ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് OET ലിസണിംഗ് പാർട്ട് എയിൽ എങ്ങനെ 24 ഔട്ട് ഓഫ് 24 നേടാമെന്ന് നോക്കാം. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നും മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതേ തുടർന്ന് ഞാൻ കരുതി കുറച്ചുകൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റെ പേര് മിസ്റ്റർ തോംസൺ എന്നാണ്. ഈ മെറ്റീരിയൽ നമുക്കിന്ന് നോക്കാം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലിസണിംഗ് പാർട്ട് എയിൽ നമുക്ക് ഒരു 12 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് ആണ്. ഈ 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മളത് ഫുൾ റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗുഡ് സ്കോർ നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹെഡിങ്സ് ഒന്ന് ഓടിച്ച് വായിക്കുക. അതിനുശേഷം നമ്മുടെ ഡാഷിന് അപ്പുറവും ഇപ്പുറവുമുള്ള സെൻറ്റൻസ് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രെഡിക്ഷൻ സാധിക്കും. ഒന്ന് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടും, ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസ് വെച്ചിട്ടും. ഇവിടെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ നെയിമാണ് മിസ്റ്റർ തോംസൺ. അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പർപ്പസ് ഓഫ് ദ അപ്പോയിൻമെൻറ്റ്. മൂന്നാമത്തത് മെയിൻ ഇഷ്യൂ. അടുത്തത് അക്കമ്പനിങ് ഇൻഡിക്കേറ്റേഴ്സ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാമിലി റെക്കോർഡ്സ്. അടുത്ത ഹെഡിങ് റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇനി നമുക്ക് ഓരോ ഹെഡിങ്ങിന് അടിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പർപ്പസ് ഓഫ് ദ അപ്പോയിൻമെൻറ്റ്, അതാണ് ഫസ്റ്റ് ഹെഡിങ്. ഫസ്റ്റ് ഹെഡിങ്ങിൽ ഓൺഗോയിങ് ഡാഷ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്. ഓൺഗോയിങ് ഡാഷ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്. അപ്പോൾ നമുക്കറിയാം ഓൺഗോയിങ് ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പ്രോബ്ലമാണ്. എന്തോ ഒരു പ്രോബ്ലം അയാൾക്ക് ഉണ്ട്, കുറച്ച് നാളായിട്ടുണ്ട്, പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. സെക്കൻഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഫോക്കസ്ഡ് ഹെഡേക്സ് പ്രൈമർലി എറൗണ്ട് ഡാഷ് ഏരിയ. എറൗണ്ട് ഡാഷ് ഏരിയ, അപ്പോഴേ നമുക്ക് മനസ്സിലായി അതൊരു ലൊക്കേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സിവിയറിറ്റി ഓഫ് പെയിൻ വേരീസ് റേഞ്ചിങ് ഫ്രം 7 to ഡാഷ് റീച്ചിങ് ലെവൽസ് ഓഫ് 8 or 9 ഓൺ എ 10-point സ്കെയിൽ. അപ്പം നമുക്ക് അറിയാം ഇതിനകത്ത് എന്താണ്, പെയിൻ സ്കെയിലിനെ പറ്റിയാണ് പറയുന്നത്. അവരുടെ പെയിൻ വേരീസ് ചെയ്യുന്നു. അതെന്ന് പറയുമ്പോൾ 7 to 8 or 9. ഒരു 10 സ്കെയിലിൽ 7 to 8 അല്ലെങ്കിൽ 9 പെയിൻ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം റേഞ്ച് അവർ പറയുന്നുണ്ട്. പിന്നീട് അപ്പം നമുക്ക് ആൻസറായിട്ട് വരാൻ പറ്റുന്ന എന്തുവാണ്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് അല്ലേ. ഇത് എത്ര ഇതിൽ കിട്ടുന്നു. ചിലപ്പോൾ അവർ പറയാം നമുക്ക് എന്താണ് യൂഷ്വലി അല്ലെങ്കിൽ ഓഫൺ അല്ലെങ്കിൽ സം ടൈം, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ റേഞ്ച് അവർ പറയുന്നുണ്ട്, 7 to 8 എന്നൊരു റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതെന്താണ്, അത് എത്ര ഫ്രീക്വൻസിയിലാണ് അവർക്കത് കിട്ടുന്നതെന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് അക്കമ്പനിയിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് അതിനകത്ത് വരുന്നത്. എക്സ്പീരിയൻസ് ഡിസ്കംഫോർട്ട് വിത്ത് ഡാഷ്. എക്സ്പീരിയൻസ് ഡിസ്കംഫോർട്ടിൻ്റെ കൂടെ എന്താണ് അവർക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് അവിടെ ഒരു നെയിം ഓഫ് എ തിങ് ആയിരിക്കും. ആ ഡിസ്കംഫോർട്ടിൻ്റെ കൂടെ അവർക്ക് അനുഭവപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ നോ അസോസിയേറ്റഡ് ഡാഷ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൽ നമ്മൾ എവിടെയെങ്കിലും നോ എന്ന് കാണുവാണെങ്കിൽ നമ്മൾ കെയർഫുള്ളായിട്ട് ആ ഓഡിയോ അവിടെ ലിസൺ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 90% നമ്മുടെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നത്. ഈ നോ എന്ന് കാണുമ്പോൾ നമുക്കത് ഡോക്ടറുടെ ഭാഗത്തു നിന്നും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഡു യു ഹാവ് പെയിൻ. അപ്പം പേഷ്യൻറ്റിന് പറയാം നോ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാം. അല്ലെങ്കിൽ പേഷ്യൻറ്റ് നോ ഐ ഡോണ്ട് ഹാവ് പെയിൻ എന്നും പറയാം.
അപ്പം ഐ ഡോണ്ട് ഹാവ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുവാണെങ്കിൽ നമുക്ക് ആ ആൻസർ എഴുതണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഡോക്ടർ എന്താണ് ചോദിച്ചതെന്ന് നമുക്കറിയാമെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോ എന്നൊരു വാക്ക് നമ്മുടെ മെറ്റീരിയലിൽ എവിടെ കണ്ടാലും നമ്മൾ ഡോക്ടർ പറയുന്നതും കൂടെ ശ്രദ്ധിക്കുക. അടുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാമിലി റെക്കോർഡ്സ്. അതിനകത്ത് ഡാഷ് ഹാസ് ഹിസ്റ്ററി ഓഫ് സഫറിങ് ഫ്രം മൈഗ്രെയിൻസ്. ഫാമിലി റെക്കോർഡ്സ് ആണ് അപ്പം അവിടെ പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഫാമിലിയിലുള്ള ആർക്കോ മൈഗ്രെയിൻസ് ഉണ്ട് എന്നുള്ള, മൈഗ്രെയിൻ്റെ ഹിസ്റ്ററി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെന്താണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് വെച്ചാൽ ഹൂ ഹാസ്, ആർക്കാണ് എന്നുള്ളതാണ്. ഹൂ എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഹൂ ഹാസ് എ ഹിസ്റ്ററി ഓഫ് സഫറിങ് ഫ്രം മൈഗ്രെയിൻസ്. ആർക്കാണ്, അതിൻ്റെ പേഷ്യൻ്റ് ആർക്കാണ് അവിടെ, ചിലപ്പോൾ അതൊരു ഫാദറിനാവാം, അല്ലെങ്കിൽ മെറ്റേണൽ മദറോ പെറ്റേണൽ മദറോ, അങ്ങനെ ആർക്കെങ്കിലും ആവാം ഇതിൻ്റെ ഹിസ്റ്ററി ഉള്ളതെന്ന് പറയാം. ചിലപ്പോൾ ആൻറ്റിക്കാവാം, ഇങ്ങനെ ആർക്കെങ്കിലും. അപ്പം ആ ഒരു റിലേഷനാണ് നമുക്ക് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോ ചേഞ്ചസ് ഇൻ ഡാഷ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ എന്നൊരു ആൻസറാണ്. നോ എന്നൊരു വാക്ക് നമ്മുടെ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് ഡോക്ടറുടെ സംഭാഷണം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക മെറ്റീരിയലിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചേഞ്ചസ് ഇൻ ഡാഷ് എന്നുള്ളത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടിയ ഒരു നൗൺ ആയിരിക്കും ചേഞ്ചസ് ഇൻ ഡാഷ്. അപ്പം സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്, ഇതിനകത്ത് എന്തെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ആപ്പിറ്റൈറ്റ്, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ വെയ്റ്റ്, അതും അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ചില സമയത്ത് ചേഞ്ചസ് ഇൻ വിഷൻ, ചേഞ്ചസ് ഇൻ മെമ്മറി, ചേഞ്ചസ് ഇൻ സ്ലീപ്പിംഗ് പാറ്റേൺ. ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകൾ നമ്മൾ ഫെമിലിയർ ആയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് വെക്കാം. ഞാൻ സാധാരണ കണ്ടുവരുന്ന വേർഡ്സുകളാണ് ഇവിടെ പറഞ്ഞത്. ചേഞ്ചസ് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്, ആപ്പിറ്റൈറ്റ്, വെയ്റ്റ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, വിഷൻ, മെമ്മറി, സ്ലീപ്പിംഗ് പാറ്റേൺ. ഇത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ പേഷ്യൻ്റ് അക്നോളജ് വർക്ക് റിലേറ്റഡ് ഡാഷ് ബട്ട് ഡസ് നോട്ട് കൺസിഡർ ഇറ്റ് എക്സസീവ്. അപ്പോൾ അവിടെ എന്താണ്, നെയിം ഓഫ് എ പ്രോബ്ലം ആയിരിക്കും അല്ലേ. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അയാൾക്ക് പ്രശ്നമാകുന്നുണ്ട്, പക്ഷേ അതൊരു എക്സസീവായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നെയിം ഓഫ് എ പ്രോബ്ലം. പിന്നെ കറൻ്റ്ലി ടേക്കിംഗ് ഡാഷ് ടു അലിവേറ്റ് ഹെഡേക്ക് പെയിന്. അപ്പോൾ കറൻ്റ്ലി ടേക്കിംഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അവിടെ ഒരു മെഡിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് 2 കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു നെയിം ഓഫ് എ മെഡിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന മെഡിക്കേഷൻ ആവാം. ഈ 2 കാര്യങ്ങളും നമുക്കവിടെ ആൻസറായിട്ട് വരാം. ഒന്നുകിലിപ്പം നമ്മളോട് പറയുന്നു ഇപ്പം ഹെഡേക്ക് അല്ലേ പറഞ്ഞത്, അപ്പം പാരസെറ്റാമോൾ, കറൻ്റ്ലി ടേക്കിംഗ് പാരസെറ്റാമോൾ ടു അലിവേറ്റ് ദ ഹെഡേക്ക്. അതല്ലെങ്കിൽ കറൻ്റ്ലി ടേക്കിംഗ് അനാൽജസിക് ടു അലിവേറ്റ് ദ ഹെഡേക്ക് പെയിന്. അപ്പം ഒന്നുകിൽ അതിൻ്റെ കാറ്റഗറി ആവാൻ പറയുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരായിരിക്കാം പറയുന്നത്. അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോൾ റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ആക്ഷനാണ് അഡ്വൈസ് ഇൻ ഡാഷ് ഫോർ ഓവറോൾ ഹെൽത്ത് അസസ്മെൻറ്റ്. അപ്പോൾ അവിടെ ഒരു റെക്കമെൻഡേഷനെ പറ്റിയാണ് പറയുന്നത്. അഡ്വൈസ് ഡാഷ് ഫോർ ഓവറോൾ ഹെൽത്ത് അസസ്മെൻറ്റ്. നമ്മൾ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓവറോൾ ഹെൽത്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും സാധാരണ അഡ്വൈസ് ചെയ്യുന്നത്? നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ആൻസറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് MRI ഓഫ് ദ ബ്രെയിൻ ടു എക്സ്ക്ലൂഡ് ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു MRI എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ MRI ചെയ്യുന്നത് എന്തോ ഒരു കാര്യം
എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ഡയഗ്നോസിസ് ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. അടുത്തതെന്ന് പറയുമ്പോൾ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ വിത്ത് ഡാഷ് സജസ്റ്റഡ് ഫോർ എക്സ്പേർട്ട് ഒപ്പീനിയൻ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് കൺസൾട്ടേഷൻ വിത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നെയിം ഓഫ് എ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അല്ലേ. മിക്കപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറുടെയോ ഇതായിരിക്കും ഏത് വിഭാഗത്തിലുള്ള, ചിലപ്പം പറയാം അപ്പോൾ ഇവിടെ ഒരു എന്താ പറഞ്ഞത് ഹെഡേക്ക് ആയിരുന്നു. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒന്നിലൊരു ഫിസിഷ്യൻ്റെ അണ്ടറിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം അവിടെ പറയുന്നത്, ഓഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് നെയിം ഓഫ് എ സ്പെഷ്യലിസ്റ്റ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഓഡിയോ കേട്ടിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ പ്രെഡിക്ഷൻ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് അതുപോലെ തന്നെ കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള വേർഡ്സിൻ്റെ സിനോണിംസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്ന ഈ വീഡിയോസിൻ്റെ കൂടെ തന്നെ ആ സിനോണിംസ് പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് ലിസണിങ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഈ സിനോണിംസും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കും. അപ്പം ഇത് വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു. Hello, are you Mr. Thompson? Yes, that's me, Doc. Great, nice to meet you, Mr. Thompson. I see you're here for some persistent headaches. Yes, Doctor. It's been going on for a couple of weeks now. Can you describe the headaches for me? Are they localized to a certain area or more of a general headache? They're localized. The pain is mostly around the temples. On a scale of 1 to 10, how would you rate the pain? I'd say it's usually around a 7. Sometimes it goes up to an 8 or 9. Have you noticed any other symptoms accompanying the headaches, like sensitivity to light or nausea? No nausea, but definitely some sensitivity to light. It's hard to be in a bright room when it happens. Do you have a history of migraines in your family? My mom used to get them pretty bad. I see. Have you experienced any changes in your vision? Not really, no. What about your stress levels? Have you been under a lot of stress recently? Well, my job has been a bit demanding lately, but it's nothing out of the ordinary. Are you currently on any medications? Just some over-the-counter pain relievers for the headaches. I'm concerned about your symptoms, especially given your family history and the intensity of your headaches. Although stress can certainly be a factor, it would be wise to rule out other potential causes. So what's the plan, Doc? Firstly, I'd like to get some blood tests and an MRI scan of your brain to rule out any underlying issues. I'll also refer you to a neurologist for a more specialized evaluation. Sounds good. Anything else? For now, let's start with that. Depending on the results, we'll determine the next steps. It could be that you're suffering from migraines, but we won't know for sure until we've conducted a thorough investigation. Understood. Thank you, Doctor. You're welcome, Mr. Thompson. Let's get you feeling better. Hello, are you Mr. Thompson?